ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങള് ഇന്ന് വണ്ടികളൊന്നും അല്ലാതെ ഉലുവാ. ഞങ്ങളിന്ന് പുറത്ത് പോവാണ്. ജൂൺ അവധിയായിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് ബാക്ക് പെയിൻ ആയി. ഹോസ്പിറ്റലിൽ കുറേ തവണ ഫിസിയോയ്ക്കൊക്കെ പോകേണ്ടി വന്നു. 2 ആഴ്ചയൊക്കെ അങ്ങനെ പോയി. പിന്നെ കല്യാണം, അങ്ങനെ കുറേ കാര്യങ്ങളായതാണ് ഞങ്ങൾക്ക് എവിടെയും ട്രിപ്പ് പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളിവിടെ അടുത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പാർക്കിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഇതാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന JS ഫാം. കോട്ടയത്ത് നീണ്ടൂരാണ് ഈ ഫാം ഉള്ളത്. നമ്മൾ പാർക്കിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഫാമിൽ വന്നു എന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഇവിടെ ഫാം ഉണ്ട്, പാർക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുട്ടികൾക്ക് കൃഷിനെ കുറിച്ചും കാണാം, മീൻ വളർത്തലിനെ കുറിച്ച് കാണാം, പിന്നെ പാർക്കിൽ എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഈ ഫാമിന്റെ മെയിൻ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു കുഞ്ഞു വഴിയിൽ കൂടെ അകത്തേക്ക് കയറി വരാൻ വേണ്ടി പറ്റും. കയറി വരുന്നിടത്ത് തന്നെ നല്ല വിശാലമായിട്ടുള്ള പച്ച പുൽത്തകിടിയാണ്. അവിടെ പല പല ആനിമൽസിന്റെ ഒക്കെ പ്രതിമകളുണ്ട്. പിന്നെ അതായത് കണ്ടില്ലേ, ഒരു കുതിര വണ്ടി, പറക്കുന്ന കുതിരയാണ്. പിന്നെ ഒരു മരം, ഒടിഞ്ഞു കിടക്കുന്ന മരത്തിലിരിക്കുന്ന കടുവ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വീടുണ്ട്. അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് വീടിനെ കുറിച്ചും ഈ കുടുംബത്തിനെ കുറിച്ചും. ഇവർക്ക് ഒരുപാട് കൃഷിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് മുൻപോട്ട് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടു പോകാൻ വേണ്ടി പറ്റും. ഇവിടെ വരാനായിട്ട് 50 രൂപ ഫീസ് ഉണ്ട് ഒരാൾക്ക്. അപ്പം അതിന്റെ എൻട്രൻസിൽ അതിന്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആളില്ലായിരുന്നു. ആളിതാ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. ഇവിടെ ഒരുപാട് മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒത്തിരി റംബുട്ടാനും മാവും അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ ട്രീസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടാണിത്. ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴാണ് കിഡ്സിന്റെ പാർക്ക് ഉള്ളത്. അപ്പൊ ഇവിടെ കുറച്ചു നേരം കളിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പോവാം കേട്ടോ. നല്ല മുഴുത്ത താമരപ്പൂക്കളെ, വലിയ അല്ലേ, ഭയങ്കര വലിപ്പം ഈ താമരപ്പൂ. കുറച്ചു നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിന്റെ മറ്റുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതൊരു ജാതിക്കാത്തോട്ടമാണ്. ഈ വഴി പോകുന്നത് ടോയ്ലറ്റിന്റെ ഏരിയയിലേക്കാണ്. അതിലെ നടന്നപ്പോൾ വട്ടമിട്ട് പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഒക്കെ കണ്ടു. പിന്നെ ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ ഏരിയ. അപ്പൊ അവിടെ നമുക്ക് ആവശ്യമുള്ള ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കിട്ടും. ഞങ്ങളുടെ അപ്പൂന് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ കിടക്കുന്ന ഒരു പെട്ടി ഓട്ടോറിക്ഷയാണെന്ന് തോന്നുന്നു. അതിനെ കണ്ടപ്പോഴേ അതിലേക്ക് ചാടിക്കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു മീൻ കുളം. ഇവിടെ നമുക്ക് മീനിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് തരും. നമ്മൾ പൈസ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാം. അപ്പൊ ഈ മീൻ എല്ലാം കൂടെ പൊങ്ങി വരുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണ്.
സൈഡിലായിട്ട് ഒരു ചെറിയ നഴ്സറി ഒക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് ചെടികളോ തൈകളോ ഒക്കെ ആവശ്യമുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഇവിടെ 3 EMU പക്ഷികൾ കിടപ്പുണ്ട്. കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. പിള്ളേർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവൂലല്ലോ. അപ്പൊ അവർക്ക് അതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫാമിനെ കഴിഞ്ഞും കൂടുതൽ പിള്ളേർക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ നല്ല ഇതുപോലത്തെ ചെറിയ കനാലുകളുണ്ട്. അതിന്റെ സൈഡിൽ തെങ്ങും തോപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ 3 ബോട്ടുകളുണ്ട്. പെഡൽ ബോട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അതിലൂടെ പോകാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. തന്നെ ചവിട്ടിയൊക്കെ ബോട്ട് ഓടിക്കാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടി പോകാൻ പറ്റും. ഈ കനാലിന്റെ അങ്ങേ അറ്റം വരെ പോയി തിരിച്ചു വരുന്നതിനാണ് ബോട്ടിന്റെ റേറ്റ് വരുന്നത്. 100 രൂപയാണ്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ്. നമ്മുടെ കൂടെ 2 കുട്ടീസും കൂടെ ഉണ്ടായിരുന്നത് കാരണം അവർ 6 പേരാണ് ഇരുന്നത്. അപ്പം നമ്മൾ 150 രൂപയാണ് കൊടുത്തത്. സൂത്രം കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ആരാന്ന് നോക്കിയേ, 2 പരുന്ത്. ഈ തെങ്ങിൻതോപ്പ് നിറയെ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പരുന്തിനെയാണ്. കുറച്ച് സൂം ചെയ്യണം, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഒത്തിരി പരുന്തുകൾ ഉണ്ടായിരുന്നു. അതും നല്ല വലിപ്പമുള്ള പരുന്തുകളായിരുന്നു. ബോട്ടിങ് കഴിഞ്ഞ് കയറാനുള്ള മടി കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര പതുക്കെയാണ് ബോട്ടിനെ ചവിട്ടി വിടുന്നത്. ഹലോ, എല്ലാവരും ഒരു സൈഡിൽ ഇരിക്കരുത്. ഇവിടെ വന്നിട്ട് എനിക്കാകെ കയറാൻ പറ്റുന്നത് ഈ ഒരു ഊഞ്ഞാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കിടന്ന് കുറെ കുന്തളിപ്പൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫാമിലിക്ക് എൻട്രി ചെയ്യുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഗോസ്റ്റ് ഹൗസ് പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിലേക്കൂടെ വന്നാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളുടെ കുട്ടികളും ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾക്ക് കുറച്ചു നേരം ശാന്തമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഒരു താല്പര്യമുണ്ടെങ്കിൽ വന്നിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് കൂടിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.